12-ാമത്തെ അധ്യായത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇത് വളരെ ചെറിയൊരു പ്രാർത്ഥനയാണ്, പക്ഷേ ഈ പ്രാർത്ഥനയ്ക്ക് നമ്മെ വളരെയധികം പഠിപ്പിക്കാൻ സാധിക്കും. വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് പോലും ഈ പ്രാർത്ഥന വളരെ നന്നായിട്ട് ഗ്രഹിക്കാനാകുന്നു. ഈ പ്രാർത്ഥന ഭക്തിപൂർവ്വം ചെല്ലുമ്പോൾ നമ്മുടെ ലഘുപാപങ്ങൾ പോലും ക്ഷമിക്കപ്പെടുന്നുവെന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു. നീതിമാനായ ഒരു മനുഷ്യൻ ഒരു ദിവസം 7 പ്രാവശ്യം വീഴാൻ സാധ്യതയുണ്ട്. പക്ഷേ അയാൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ അയാൾ 7 അപേക്ഷകൾ കണ്ടെത്തുകയും അത് ആ വ്യക്തിയെ തൻ്റെ വീഴ്ചയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. കാരണം ഈ പ്രാർത്ഥന നമ്മൾ ഭക്തിപൂർവ്വം ചൊല്ലുകയാണെങ്കിൽ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുവാനായിട്ട് പെട്ടെന്ന് തന്നെ കടന്നു വരുന്നു. ദൈവത്തിൻ്റെ പുത്രൻ തന്നെ നമുക്ക് നൽകിയ നമ്മുടെ എല്ലാവരോടും ഭക്തിപൂർവ്വം ചൊല്ലുവാൻ ആവശ്യപ്പെട്ട ഈ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകാതെ മറ്റാളുകൾ എഴുതിയ പ്രാർത്ഥനകൾ തേടിപ്പോകുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അതിനർത്ഥം അങ്ങേ അസ്തിത്വത്തിൻ്റെ ബാഹുല്യത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവൻ, സർവ്വവ്യാപിയായവൻ, അങ്ങേ മഹത്വത്താൽ വിശുദ്ധരിൽ ആയിരിക്കുന്നവൻ, അങ്ങേ കൃപയാൽ നന്മ നിറഞ്ഞവരിലായിരിക്കുന്നവൻ, ആ ക്ഷമയാൽ പാപികളോട് സഹിഷ്ണുത കാണിക്കുന്നവൻ, ഞങ്ങൾ സദാ പിതാവിൽ നിന്ന് വരുന്നവരാണ് എന്ന് സ്മരിക്കുന്നതിൽ അനുഗ്രഹം നൽകണമെന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ആ ഒരു വിളിയിലൂടെ നമ്മൾ യാചിക്കുന്നു. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എത്രയും ഉന്നതനും പരിശുദ്ധനുമായ നമ്മുടെ ദൈവത്തിൻ്റെ നന്മകൾ ലോകം മുഴുവനും അറിയുകയും ആരാധിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് നമ്മൾ യാചിക്കുന്നു. അങ്ങയുടെ രാജ്യം വരണമേ എന്നതിലൂടെ നമ്മുടെ മരണത്തിന് ശേഷം ദൈവത്തിൻ്റെ രാജ്യത്തിൽ സമ്പൂർണവും നിസ്സീമവുമായ പരമാനന്ദത്തിൽ ദൈവത്തിൻ്റെ കൂടെ വാഴുവാനും ദൈവത്തെ കണ്ടുമുട്ടുവാനും അവിടുത്തെ കൃപയാൽ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് നമ്മൾ യാചിക്കുന്നു. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ദൈവം നമുക്ക് യോജിക്കുന്നത് കൊണ്ട് തരുന്നതാണ് എന്ന് മനസ്സിലാക്കി അതിനോട് എളിമയോടെ വിധേയപ്പെടുത്തുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ യാചിക്കുന്നു. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഈ ആഹാരം എന്നത് ആത്മീയമോ ഭൗതികമോ ആയ തലത്തിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം, അതാണ് ഈ ആഹാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആഹാരം ഇന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാളെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ ടെൻഷനും ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുകയും ഇന്നിനെക്കുറിച്ച് മാത്രം വ്യഗ്രചിത്തരാവുകയും ചെയ്യുന്നു. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നതിലൂടെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഇപ്പോൾ എന്തുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു എന്ന് വെച്ചാൽ അങ്ങയോടുള്ള അനുസരണത്തെയും സ്നേഹത്തെയും പ്രതി ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നത്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് യാചിക്കുന്നതിലൂടെ നമുക്ക് അർഹതയുള്ള പാപദുരിതങ്ങളിൽ നിന്നും താൽക്കാലിക ശിക്ഷയുടെയും നിത്യരക്ഷയുടെയും എല്ലാ ദുരിതത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് യാചിക്കുന്നു. അവസാനം പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനം നമ്മൾ ആമേൻ എന്ന് പറയുന്നു. അതിനർത്ഥം അങ്ങനെ ആയിരിക്കട്ടെ, അപ്രകാരം ആയിരിക്കട്ടെ, നിങ്ങൾ അപേക്ഷിച്ചതുപോലെ ആകട്ടെ. വളരെ ആശ്വാസദായകമായ വാക്കാണ് ഈ ആമേൻ.